ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പൊ കുറെ ദിവസമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട്, ദിവസങ്ങളല്ല മാസങ്ങളായി, ഏകദേശം ഒരു 2 months ആയിട്ടുണ്ട്. ശരിക്കും ക്ലാസ്സസും പോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല തിരക്കായി പോയോണ്ടാണ്. എന്നും വിചാരിക്കും വീഡിയോസ് ഒക്കെ ഇടണമെന്ന്, ഇടയ്ക്ക് പിള്ളേരൊക്കെ ചോദിക്കും, പക്ഷെ സമയം കിട്ടാറില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഇന്ന് വീഡിയോ ഇടണമെന്ന് പറഞ്ഞെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് സെമ്മിലെ എക്സാം എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഉറപ്പായിട്ടും ചിലപ്പം BSc നഴ്സിംഗ് ക്ലാസ്സസ് തുടങ്ങാത്തവരോ അല്ലെ അഡ്മിഷൻ എടുക്കാത്തവരോ ഒക്കെ കാണും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഫസ്റ്റ് സെമ്മിനെ പറ്റിയിട്ട് പറയാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സെമസ്റ്റർ സിസ്റ്റം ആണെന്ന് പറയുമ്പോൾ ഓരോ 6 മാസത്തിലും നമുക്ക് എക്സാം കാണും. ഇപ്പൊ ഒരു 6 മാസം ഫസ്റ്റ് 6 months എന്ന് പറയുന്നത് കുറച്ച് സബ്ജക്ട്സ് നമ്മൾ പഠിക്കും, എന്നിട്ട് അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യും. അപ്പം കൂടെ തന്നെ എക്സാം നമ്മൾ തിയറി എക്സാമും കാണും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും കാണും. നമുക്കിപ്പോ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് എന്തില്ല, പ്രാക്ടിക്കൽ എക്സാം ഒന്നും ഇല്ല. മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഫസ്റ്റ് സെമ്മിൽ മാത്രം നമുക്ക് പ്രാക്ടിക്കൽ ഇല്ല. ബാക്കി എല്ലാ സെമ്മിലും സെക്കൻഡ് സെം ആയിട്ട് തേർഡ് ഫോർത്ത് എല്ലാത്തിലും നമുക്ക് തിയറി എക്സാമും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലും അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സെമ്മിൽ മെയിൻ ആയിട്ട് നമുക്ക് 6 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. അനാട്ടമി, അപ്ലൈഡ് അനാട്ടമി ഉണ്ട്, അപ്ലൈഡ് ഫിസിയോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കൂടാതെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 ഉണ്ട്. ഇതിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ 1ഉം 1ന്റെ എക്സാം നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ എഴുതിയാൽ മതി. സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ 2ഉം കൂടെ പഠിക്കും. അപ്പൊ ആ ഒരു 1ഉം 2ഉം കൂടെ ചേർത്തിട്ട് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ അതിന്റെ എക്സാം എഴുതാൽ മതി. ബാക്കിയുള്ള 5 സബ്ജക്ട്സിന് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ എക്സാം ഉണ്ട്. ഇതില് 4 സബ്ജക്ട് ഇംഗ്ലീഷ് ഒഴിച്ചുള്ള ബാക്കി 4 സബ്ജക്ട്സും യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന എക്സാമും, നമ്മുടെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് നമ്മുടെ കോളേജിൽ നടത്തുന്ന എക്സാമും ആയിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു മാർക്ക് ഫൈനൽ ഇതിൽ ആഡ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞതാണ്. അപ്പം ഏകദേശം കുറച്ചെങ്കിലും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് സെം എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് 2023 November 1-നായിരുന്നു. അപ്പം ഞാനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം 1 year പാലാ ബ്രില്യന്റിൽ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ വന്നതാണ്. അപ്പൊ എനിക്ക് കോളേജിലോട്ട് വന്നപ്പം അങ്ങനെ പുതിയൊരു ഹോസ്റ്റലിൽ മാറി നിൽക്കുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലും സ്റ്റാർട്ട് ചെയ്തത്. എന്റെ കോളേജിലെ ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 2 weeks മുന്നേ ആയിരുന്നു ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്റെ ഫസ്റ്റ് സെമ്മിൽ കൂടുതലും ഞാൻ കുറച്ചും കൂടെ വീഡിയോസ് ചെയ്യണം, റീൽസ് ഇടണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ക്ലാസ്സിനേക്കാൾ അല്ലെ ക്ലാസ്സിനോടൊപ്പം തന്നെ ആ ഒരു അക്കാഡമിക്സിന്റെ കൂടെ മറ്റേതും കൂടെ കൊണ്ടുപോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അതിന് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു എന്റെ ഒരു ഫസ്റ്റ് സെം എന്ന് പറയുന്നത്. അപ്പം പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ ഡെയിലി പഠിക്കണ ആളൊന്നും അല്ല. എക്സാം എടുക്കുന്ന ടൈമിലാണ് പഠിക്കുന്നത്. ഓക്കെ, അതാണ് എന്റെ ഒരു റൊട്ടീൻ. അല്ലാണ്ട് ഡെയിലി പഠിക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ വരുമ്പോൾ പഠിക്കുക അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും വലുതായിട്ട് ഇല്ല. മെയിൻ എക്സാം വരുമ്പോഴത്തേക്ക് പഠിക്കും. അപ്പൊ ഫസ്റ്റ് സെമ്മിലെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ് അനാട്ടമി. ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും എനിക്ക് അനാട്ടമി അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാ തോന്നിക്കൊണ്ടിരുന്നത്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്തോ ഒരു വലിയ ടെക്സ്റ്റ് അതിനകത്ത് എന്താണ്ടൊക്കെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയത്തില്ല. ആ ഒരു കാര്യത്തിലൂടെ ആയിരുന്നു എന്റെ ഫസ്റ്റ് സെമ്മ് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സ് നോക്കാനാണെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ കുറച്ച് സിമ്പിൾ ആണ്, നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഫിസിയോളജി നോക്കാനാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഫിസിയോളജി അത്യാവശ്യം ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. കുറെ പേർക്കൊക്കെ ഫിസിയോളജി തീരെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഫിസിയോളജി ഇഷ്ടമായിരുന്നു. പിന്നുള്ള സബ്ജക്ട് സോഷ്യോളജി കുറച്ചും കൂടെ സിമ്പിൾ ആണ്, നമുക്ക് സ്വന്തമായിട്ടൊക്കെ എഴുതാനൊക്കെ പറ്റും. സോ കുറച്ച് സിമ്പിൾ ആണ്. സൈക്കോളജി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെയായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് വലിയ കാര്യമൊന്നുമില്ല, നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി, ഭയങ്കര സീനായിട്ടൊന്നുമില്ല. അപ്പം അനാട്ടമി ആയിരുന്നു പ്രശ്നം. അപ്പൊ അനാട്ടമി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കോളേജിൽ നമുക്കിപ്പം ഓൺ എക്സാം ക്രിസ്മസ് എക്സാം ഒക്കെ നടത്തത്തില്ലേ, സ്കൂളിൽ ഇപ്പൊ നമുക്ക് ഓൺ എക്സാം ക്രിസ്മസ് എക്സാം ഒക്കെ നടത്തത്തില്ലേ. പക്ഷെ നമ്മൾ നഴ്സിംഗോ അല്ലെ അതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സാമിന് മുന്നേ ആയിട്ട് സെഷണൽ എക്സാം കാണാം, അല്ലെങ്കിൽ ഇന്റേണൽ എക്സാം കാണാം. ഏകദേശം ഒരു 2 ഇന്റേണൽ എക്സാം കാണും. അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാമും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മെയിൻ എക്സാമിലോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സെഷണൽ എക്സാം എന്നാണ് നമ്മൾ പറയണം. അപ്പൊ സെഷണൽ എക്സാം 1 ഉണ്ട്, സെഷണൽ എക്സാം 2 ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ എനിക്ക് അനാട്ടമിക്ക് ഭയങ്കര മാർക്ക് കുറവായിരുന്നു. ശരിക്കും ഞാനില്ലേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എനിക്ക് അനാട്ടമി തീരെ പറ്റാത്തൊരവസ്ഥയായിരുന്നു.
അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കാര്യങ്ങൾ, ആ ഒരു 6 months പൊക്കോണ്ടിരുന്നത്. മാർക്കൊന്നും ഇല്ല വെച്ചാൽ തീരെ മാർക്കില്ല. എനിക്കാണെങ്കിൽ എന്തൊക്കെ നോക്കിയിട്ട് എനിക്ക് അങ്ങ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആ ഒരു സബ്ജക്റ്റിനോട്. എന്നെ കൊണ്ട് പറ്റത്തില്ല, ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ആയിരുന്നു. ഫൈനൽ എക്സാം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു 1 month ആണ് ശരിക്കും ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. അതുവരെ അലമ്പിയെങ്കിലും അവസാനത്തെ ഒരു 1 month ആയപ്പോഴത്തേക്ക് അത്യാവശ്യം പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു. എന്ന് വെച്ചാൽ സെഷണൽ എക്സാമിനൊന്നും അനാട്ടമിക്കൊന്നും തീരെ മാർക്കില്ല, സത്യം പറഞ്ഞാൽ തോറ്റു പോകുമെന്ന് നല്ല പേടി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ള ഒരു സെമ്മാണ് ഫസ്റ്റ് സെം. എന്ന് വെച്ചാൽ വരുമ്പോ തന്നെ നമ്മളെല്ലാരും പറഞ്ഞു പേടിപ്പിക്കും, സീനാണ്, ഫസ്റ്റ് സെമ്മ് പോയാൽ പ്രശ്നമാണ്, പാടാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴും അനാട്ടമി ഒക്കെ നല്ല പാടാണ്. അങ്ങനെ ലാസ്റ്റ് ഒരു 1 month പഠിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു 2 weeks ശരിക്കും ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച നല്ല രീതിയിൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനാട്ടമിയും ഫിസിയോളജിയാണ് ആ ഒരു 2 weeks പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അനാട്ടമി ഫിസിയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിയോളജി ഓൾമോസ്റ്റ് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്ന എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പഠിക്കേണ്ട കാര്യം അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ സിലബസ് എടുത്ത് വെച്ചിട്ട് വേണം എപ്പോഴും പഠിക്കാനായിട്ട്. ആ ഒരു സിലബസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പൊ ടെക്സ്റ്റ് ഇത്രയും വലുതാണെന്നൊന്നും ആലോചിച്ചിട്ട് ആരും പേടിക്കല്ലേ. സിലബസ് എടുത്ത് വെച്ചിട്ട് ടെക്സ്റ്റിൽ ഏതൊക്കെയാണോ ഉള്ളത് അത് നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പം ഫിസിയോളജി ഓൾമോസ്റ്റ് സിലബസിലുള്ളതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഫിസിയോളജി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ അനാട്ടമി എനിക്കാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ആ ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു 5-6 ചാപ്റ്റർ എന്തോ സിലബസ് നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ചപ്പോ മനസ്സിലായി നടക്കത്തില്ല, എക്സാം ആവുന്നു, ഡേറ്റ് 2 ദിവസമൊക്കെ ബാക്കിയുള്ളൂ. അപ്പൊ പിന്നെ സമയമില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവസാനം പിന്നെ പിക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നെർവസ് സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ബ്രെയിന്, സ്പൈനൽ കോഡ്, പിന്നെ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് പിക്ക് ചെയ്തിട്ടാണ് അവസാനം പഠിച്ചത്. എന്തോ ഭാഗ്യത്തിന് അത്യാവശ്യം പിക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് എൻ്റെ അനാട്ടമി ഫിസിയോളജി പറ്റി പറയാനുള്ളത്. അനാട്ടമി എനിക്ക് ഞാൻ 0യിൽ നിന്നാണ് തുടങ്ങിയത്. ഫ്രം ദ 0 ആ ഒരു 2 weeks ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പഠിക്കണം, നമുക്ക് എപ്പോഴും ഭാഗ്യമൊന്നും കൂടെ ഉണ്ടാവണമെന്നില്ല. ഫിസിയോളജി മാക്സിമം പറ്റുന്ന എത്രയും പഠിക്കാൻ ശ്രമിക്കുക, ബിക്കോസ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സൈക്കോളജി, സോഷ്യോളജി പറ്റിയിട്ട് പറയാനാണെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് ബുധനാഴ്ചയാണ് അനാട്ടമിയുടെയും ഫിസിയോളജിയുടെ എക്സാം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേയ്സ് ആണ്, മൺഡേ ആയിരുന്നു അടുത്ത എക്സാം. സോഷ്യോളജി, സൈക്കോളജി മൺഡേ ആയിരുന്നു. അപ്പൊ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിലാണ് സോഷ്യോളജിയും സൈക്കോളജിയും പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സെഷണൽ എക്സാമിന് ഞാൻ ഈ സോഷ്യോളജി ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ടഫ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. സൈക്കോളജി സീനായിരുന്നു, എക്സാം എഴുതിയിട്ട് വന്നിട്ടും സീനായിരുന്നു. സൈക്കോളജി പേടിയുണ്ടായിരുന്നു, അത് രണ്ടും തോക്കുമോ എന്നുള്ളൊരു കാര്യം. നമ്മുടെ മാർക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് 75 നമുക്ക് 37.5 അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും. ഓക്കെ, ഇപ്പം ചിലര് ചോദിക്കാറുണ്ട് എനിക്കിപ്പോ സൈക്കോളജിക്ക് 10 മാർക്കും സോഷ്യോളജിക്ക് 30 മാർക്കും കിട്ടിയപ്പോ ഞാൻ പാസ്സാവുമെന്ന്. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 40 വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ പാസ് ആവാറുണ്ട്. പക്ഷെ നമ്മുടെ മാഡംസ് ഒക്കെ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്, കറക്റ്റ് രണ്ടിനും ഈക്വൽ ആയിട്ടൊക്കെ കിട്ടണം, അല്ലെങ്കിൽ 37.5 അങ്ങനെ വന്നാൽ പോരാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 37.5 അതിൽ കൂടുതലോ കിട്ടിയാൽ നിങ്ങൾ പാസ് ആവാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതൊന്നും ആലോചിച്ച് ആരും പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ ഒരു സബ്ജക്ട് മാത്രം പഠിച്ചിട്ട് പോവാന്ന് ഒരു കാരണവശാലും വിചാരിക്കല്ലേ. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുന്ന സബ്ജക്ട് ആയിരിക്കത്തില്ല നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ശരിക്കും ഇപ്പം എന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനിപ്പം അനാട്ടമി, ഫിസിയോളജി, അതുപോലെ തന്നെ സൈക്കോളജി, സോഷ്യോളജി, ഇതിൽ എനിക്ക് കൂടുതൽ അറിയാവുന്നത് സൈക്കോളജി, സോഷ്യോളജി ആയിരുന്നു. പക്ഷെ പേഴ്സണലി എനിക്ക് പാടുണ്ടായിരുന്നത് സൈക്കോളജി, സോഷ്യോളജി ആയിരുന്നു. എനിക്ക് പാട് ശരിക്കും ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന അനാട്ടമി, ഫിസിയോളജിയുടെ എക്സാം ആയിരുന്നു എനിക്ക് എളുപ്പം. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നടക്കുന്നത്. സോ ആ ഒരു കാര്യം എല്ലാം ശ്രദ്ധിക്കുക. എനിക്ക് സൈക്കോളജിയിലും സോഷ്യോളജിയിലും എനിക്ക് പാടുണ്ടായിരുന്നത് സൈക്കോളജി ആയിരുന്നു. പക്ഷെ ചിലർക്ക് എക്സാം എഴുതിയ ചിലർക്ക് പാടുണ്ടായിരുന്നത് സോഷ്യോളജി ആയിരുന്നു. അപ്പൊ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ അനുസരിച്ച് ഇത് മാറ്റം വരും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഒരിക്കലും മാറ്റി വെക്കല്ലേ. ഇപ്പൊ അനാട്ടമി എനിക്ക് പാടാന്ന് വെച്ചിട്ട് ഞാനത് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷൻ അല്ല. നമ്മളെല്ലാം പഠിക്കണം. ബിക്കോസ് എവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എത്രയാണോ അത്രയും പഠിക്കാനായിട്ട് ശ്രമിക്കുക. സമയമില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ആരും വിചാരിക്കല്ലേ. ഈ പറയണേ എനിക്ക് സെഷനിലൊന്നും ഒരു മാർക്കും ഇല്ല, ഞാനത് എവിടെ വേണമെങ്കിലും പറയാം. പക്ഷെ ഫൈനൽ എക്സാം ആയപ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു, എനിക്ക് മാർക്ക് കിട്ടി. എനിക്ക് 250-ല്
250-ൽ 184 ഉണ്ടായിരുന്നു ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, 4 മാർക്കും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയേനെ. അപ്പം ഓഫ് കോഴ്സ് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല? ആർക്ക് വേണമെങ്കിലും പറ്റും. സോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊന്ന് വിചാരിച്ചിരിക്കല്ലേ. ഇഫ് അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. പിന്നെ സമയമില്ലാന്ന് വിചാരിക്കല്ലേ. ഞാൻ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഇട്ടാനുള്ള റീസൺ അതാണ്. നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട്. ഇപ്പൊ ഫെബ്രുവരി തീരാറായി, ഇനിയിപ്പോ മാർച്ച് ഉണ്ട്, ഐ തിങ്ക് ഏപ്രിൽ 20 എന്തോ എക്സാം ഉള്ളു. അപ്പം ആ ഒരു ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യല്ല, അതിനുള്ളിൽ പഠിച്ചു തുടങ്ങുക. അത്യാവശ്യം ഞാൻ ഫാസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ 2 വീക്സ് അല്ലെ ഒരു 1 മന്ത് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റിയത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ ഡിഫിക്കൽട്ട് ആണെന്ന് സ്വന്തമായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എഫേർട്ട് ഇടാനായിട്ട് റെഡി ആവണം. നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒരു കാര്യം, നമ്മൾ അവസാന മൊമെന്റിലേക്ക് ഒന്നും മാറ്റി വെക്കാനായിട്ട് പാടില്ല. അതെന്റെ സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഫസ്റ്റ് സെമ്മിലുള്ള എന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ഇതുപോലെ ഞാൻ അവസാനം മുഹൂർത്തത്തിന് പഠിക്കാന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. എനിക്ക് അനാട്ടമിയുടെയും ഫിസിയോളജിയുടെ എക്സാമിന്റെ മുന്നേ എനിക്കാണെങ്കിൽ ഒരു പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പനി പിടിച്ചിട്ട് ഞാനിവിടെ കുറെ ദിവസം കിടപ്പിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച പോലെ എന്റെ 2-3 ഡേയ്സ് അങ്ങ് പോയി. അപ്പം നമ്മൾ ലാസ്റ്റത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. സോ ഒരു മൈൻഡിൽ ഉണ്ടാവണം. അതിനേക്കാളും പറയാനുള്ളത് സൈക്കോളജിയുടെ സോഷ്യോളജിയുടെ കാര്യമാണ്. ഞാനാണെങ്കിൽ അനാട്ടമിയുടെ ഫിസിയോളജിയുടെ എക്സാം നന്നായിട്ട് എഴുതിയ സന്തോഷത്തിൽ പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വയറിന് പ്രശ്നമായിട്ട് 2 ദിവസം പ്രശ്നമായിട്ട് 2 ദിവസം വീണ്ടും ഇവിടെ കിടപ്പായിരുന്നു. പറയുമ്പോൾ ബുധനാഴ്ച എക്സാം കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിച്ച് സീനായിട്ട് 2 ദിവസം കിടപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ എനിക്ക് തിങ്കളാഴ്ചത്തെ എക്സാമിന് പഠിക്കാൻ. സോ അവിടെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ പണി തന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഇതുപോലാണ്, ലാസ്റ്റത്തേക്കൊന്നും മാറ്റി വെക്കല്ല്. ഒരു പരിധി വിട്ടിട്ട് മാറ്റി വെക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എക്സാം അടുപ്പിച്ച് ഇതുപോലെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഫുഡ് കഴിക്കണം. ആ ഒരു കാര്യം കൂടെ മനസ്സിലിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓഫ് കോഴ്സ് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും. വിചാരിച്ച നടക്കാത്ത കാര്യമൊന്നുമില്ല. കുറച്ച് എഫേർട്ട് ഇടാൻ റെഡി ആയാൽ മതി. പിന്നെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആദ്യം എടുത്തങ്ങ് മാറ്റുക. നമുക്കിപ്പോ ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിലോ അല്ലെങ്കിൽ സെഷനിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലെന്നോ വെച്ചിട്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് പാസ്സാവാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. നമ്മൾ അതനുസരിച്ചുള്ള ഒരു എഫേർട്ട് ഇടാൻ മാത്രം റെഡി ആയാൽ മതി. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ഹെൽപ്പ് ചോദിക്കാം. ഞാനൊക്കെ ഒരുപാട് എന്റെ സീനിയേഴ്സിനോട് ആ സമയത്തൊക്കെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഞാൻ തോറ്റു പോകും എന്നുള്ള ഒരു കാര്യത്തിൽ. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി എക്സാം ആണ്. അത്രയും നാൾ സ്കൂളിലൊക്കെ പഠിച്ച് അതൊക്കെ നമുക്ക് അറിയത്തില്ല സത്യം പറയുന്നത് എന്താണ് സംഭവം, അതിന്റെ ഒരു പേടി കാണും. അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അവർ ഉറപ്പായിട്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ആ ഒരു കാര്യമൊക്കെ മനസ്സിൽ വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിച്ചാൽ എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റണ പോലെ ഞാനും പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും സിലബസ് നോക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞാനിപ്പം 5th സെം ആണ് പഠിക്കുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ എന്റെ ഫസ്റ്റ് സെം അനാട്ടമി ഫിസിയോളജി പാസ് ആയതാണ് ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നുണ്ട്. ബിക്കോസ് നിങ്ങളത് പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞു കിട്ടും. സോ നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലേന്ന് അതങ്ങ് പൊക്കോളുമല്ലോ. പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ്, ഞാൻ പാസ്സായി. അപ്പം ആ ഒരു മൈൻഡിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇപ്പൊ ഇരുന്നൊന്ന് പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് 4th സെം ആകുമ്പോൾ ഫാർമക്കോളജി ആൻഡ് പത്തോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് വരും. അതാണ് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു സബ്ജക്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും എനിക്ക് സന്തോഷം, അത് പാസ്സായതിലും എനിക്ക് സന്തോഷമുള്ളത് അനാട്ടമി ഫിസിയോളജിയും പാസ്സായതാണ്. ബിക്കോസ് അതൊരു അനാട്ടമി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർക്കുമ്പോഴേ എനിക്ക് എന്തോ ഇഷ്ടമില്ല, ഇല്ല ബാലികറ മലയൊക്കെ പോലെ. അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് അത്രയ്ക്ക് പാടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചില്ലേ, അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ഫസ്റ്റ് സെം എക്സ്പീരിയൻസ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. സമയം കിട്ടുന്നത് പോലെ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോ എനിക്ക് എക്സാം വരുന്നുണ്ട് April 7. അപ്പൊ വീണ്ടും ബിസി ആവാൻ തുടങ്ങും. എന്നാൽ പോലും മാക്സിമം ഇനിയെങ്കിലും വീണ്ടും റൊട്ടീനായിട്ട് വീഡിയോസ് ഇട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലോ എന്നുള്ള ഒരു കാര്യം കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.